ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് അനൂപിന്റെ ഫോണിലേക്ക് വിളിച്ച് സ്പീക്കറിലിട്ട് നിധി ഒന്ന് നോക്കിയിട്ട് ചോദിക്കുന്നു, എടാ ഇന്ന് നിധിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഇന്റർവ്യൂ സത്യം തന്നെയല്ലേടാ? ഏത് നിധി എന്ന് അനൂപ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എടാ എന്റെ വൈഫ്, ഞാനൊരു ജോലിക്കാര്യം പറഞ്ഞായിരുന്നില്ലേ? എടോ അവന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ, ഇനി അതിന്റെ പേര് ദേഷ്യപ്പെടല്ലേ പ്ലീസ്. അനൂപ് പറയുന്നു, അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ ഫേക്ക് ഇന്റർവ്യൂ അല്ലേ? ഇത് കേട്ട് നിധി ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് ടെൻഷനോടുകൂടി നിധി ഒന്ന് നോക്കിയിട്ട് ഫോൺ കട്ട് ചെയ്യാനായി തുടങ്ങുകയാണ്. നിധി പറയുന്നു, മര്യാദയ്ക്ക് സംസാരിച്ചോ? സുധീഷ് പറയുന്നു, അല്ലടാ ഇന്ന് അറേഞ്ച് ചെയ്ത റിയൽ ഇന്റർവ്യൂ. എടാ അച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നടക്കില്ല എന്ന് എന്നോട് പറഞ്ഞില്ല. അനൂപ് ചോദിക്കുന്നു, എടാ നീ എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴാ നിന്നോട് അങ്ങനെ പറഞ്ഞത്? അച്ഛൻ ഇല്ലാത്തത് കൊണ്ടല്ലേ നീ ഇന്ന് വൈഫിനെ കൂട്ടി വന്നത്? ജോലിയൊന്നും കൊടുക്കണ്ട, വെറുതെ ഒരു ഇന്റർവ്യൂ ചെയ്ത് വിട്ടാ മതിയെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ നടക്കാതിരുന്നത്? ദേവി ചെയ്ത് ഇനി ഇങ്ങനെയുള്ള ഫേക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ വരരുത്, കേട്ടല്ലോ. ഫോൺ കട്ട് ചെയ്ത് സുധീഷ് പറയുന്നു, നിധി എല്ലാവരും കൂടി എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്. എടോ സത്യമായിട്ടും അവൻ. നിധി പറയുന്നു, നിങ്ങളോട് ഇന്റർവ്യൂ നടത്തി കോമ്പീറ്റന്റ് ആണെങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞതാ, പക്ഷെ നിന്ന നിൽപ്പിൽ കള്ളം പറയുന്നു അല്ലെ? അതല്ലേ പറയാൻ വരുന്നത്? സത്യത്തിൽ നിങ്ങൾ ആ കുടുംബത്തില് മറ്റുള്ളവരുടെ കൂടപ്പിറപ്പായിട്ട് ജനിച്ചവൻ തന്നെയാണോ, അതോ അതും ഒരു വലിയ നുണയാണോ? സുധീഷ് പറയുന്നു, ഇയാളൊരു നല്ല മെഡിക്കിയായതുകൊണ്ട് ഫേക്ക് ഇന്റർവ്യൂ നടത്തിയാലും അവൻ ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ. നിധി പറയുന്നു, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഞാൻ നിങ്ങളോട് ജോലിയുടെ കാര്യം പറഞ്ഞത് തെറ്റായി പോയി, പക്ഷെ നിങ്ങൾക്കത് പറ്റില്ലെന്ന് പറയാമായിരുന്നില്ലേ? നിനക്ക് ജോലി വേണമെങ്കിൽ നീ കണ്ടെത്തിക്കോ എന്ന് പറഞ്ഞ ഒഴിഞ്ഞാ പോരായിരുന്നോ? ഇത് രാത്രി മുഴുവൻ ഉറക്കം ഒഴിഞ്ഞാ ഞാൻ തയ്യാറെടുത്ത് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ കൂടെ വന്നിട്ട് എന്തിനാടോ ഇങ്ങനെ ഫേക്കായിട്ട് അഭിനയിക്കുന്നത്? നിങ്ങളൊരു തനി വ്യാജന. കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. നിങ്ങൾ ആരെയും ചതിക്കും, അതിനുവേണ്ടി എന്ത് നുണയും പറയും. സുധീഷ് പറയുന്നു, നിധി ഞാൻ ശ്രമിച്ചത് ഇയാളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാ. അപ്പൊ നിധി പറയുകയാണ്, താൻ ഇനി എനിക്ക് ഒരു നന്മയും ചെയ്യണ്ട പോരെ? സുധീഷ് സോറി പറയുമ്പോൾ നിധി പറയുകയാണ്, ഒരേ ഒരു ചോദ്യത്തിനുകൂടി നിങ്ങൾ എനിക്ക് ഉത്തരം തരണം, അത് സത്യമായിരിക്കണം. ശരി ചോദിക്കുന്ന സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, നിങ്ങളുടെ അമ്മയെ അച്ഛൻ കൊന്നതാണോ? എന്നിട്ടാണോ അച്ഛൻ ജയിലിൽ പോയത്? സുധീഷ് ചോദിക്കുന്നു, ഇത് ആരാ ഇയാളുടെ അടുത്ത് പറഞ്ഞത്? നിധി ചോദിക്കുന്നു, ശരിയാണോ അല്ലയോ? എന്താ മിണ്ടാതിരിക്കുന്നത്? അപ്പൊ അത് സത്യമാണല്ലേ? ഇത്രയും വലിയ വിഷയമായിരുന്നിട്ട് പോലും അത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, പകരം വീടിനെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞ് ഇമേജ് ഉണ്ടാക്കാൻ നോക്കി അല്ലേ? ഒരിക്കൽ പോലും അത് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല അല്ലേ? സുധീഷ് ചോദിക്കുന്നു, എന്തിനു ഞാൻ പറയണം? എന്തിനു പറയണമെന്ന്? ഞാൻ പറഞ്ഞ മറ്റു നുണകൾക്ക് എന്ത് കാരണമാണുള്ളത്? അത് തന്നെയാ ഇതും പറയാത്തതിനുള്ള കാരണം. ഇങ്ങനെ കല്യാണം നടക്കുമെന്നോ ഇയാൾ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നോ ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞേനെ. എടോ ഇയാൾ എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്നവരോടെല്ലാം കുടുംബചരിത്രം പറയേണ്ട കാര്യം എന്താ? അതുകൊണ്ട് പറഞ്ഞില്ല. അച്ഛനെ പറ്റി അഭിമാനത്തോടെ പറയാനായിട്ട് പത്മശ്രീ കിട്ടിയ ആളൊന്നും അല്ലല്ലോ അയാള്. ജയിലിൽ പോയത് അങ്ങനെ പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല എന്റെ ജീവിതത്തില് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്തിനു ഞാൻ മറ്റുള്ളവരോട് പറയണം? നിധി പറയുന്നു, ഞാൻ കൂടുതൽ വിവരമൊന്നും ചോദിച്ചില്ല. അമ്മയെ കൊന്ന അച്ഛൻ ജയിലിൽ പോയി എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ? സുധീഷ് പറയുന്നു, എനിക്കറിയില്ല. നാട്ടുകാരന്റെ വീടിനെ പറ്റി ഇനിയും പലതും പറയും. അതിനെല്ലാം ഉള്ള ഉത്തരം ഇനി എന്റെ കയ്യിലില്ല. അച്ഛൻ ജയിലിൽ പോയിട്ടുണ്ട്, അമ്മ മരിച്ചതിന് ശേഷം. അതിനിപ്പം കൊന്നിട്ടാണോ കൊല്ലാതെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. നിധി പറയുന്നു, എന്ന് വെച്ചാ സത്യം പറയില്ലാന്ന് അല്ലെ? സുധീഷ് പറയുന്നു, നിധി എനിക്കറിയില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കറിയില്ല. അതിന് ഇയാളെ എങ്ങനെ മനസ്സിലാക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ സുധീഷ് ദേഷ്യത്തോടു കൂടി കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുമ്പോൾ നിധിയും ആലോചിച്ചുകൊണ്ട് അവിടേക്ക് ഇരിക്കുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നികേഷ് റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ സ്കൂട്ടറിൽ ആ വഴി വന്ന ടിറ്റോ ചോദിക്കുന്നു, നികേഷ് നീ ഇതെവിടെ പോവാ? നികേഷ് പറയുന്നു, അതെ സുധീഷേട്ടൻ ഇങ്ങോട്ട് വന്നോന്നറിയാൻ. ടിറ്റോ ചോദിക്കുന്നു, അവരല്ലേ അവിടെ നിൽക്കുന്നത് നമ്മുടെ പാർക്കില്? ഞാൻ പോരുമ്പോഴേ രണ്ടുപേരും എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേയൊന്ന് ചോദിച്ച് നികേഷ് ടെൻഷനോടുകൂടി ആ പാർക്കിലേക്ക് പോവുകയാണ്. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, ഹലോ, ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ജോലി കിട്ടുന്നില്ല, അങ്ങനെ പല വിഷമത്തിലായിരുന്നില്ലേ? ഇയാളെ കുറിച്ച് മെന്റലി സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. നിധി പറയുന്നു, അയ്യോ മതി, സംസാരിക്കല്ലേ. ഇത്രയും വലിയ ഫ്രോഡാണ് നിങ്ങളെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും ദൂരം ഞാൻ വന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാ നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട് വിട്ട് വരില്ലായിരുന്നു. സുധീഷ് ചോദിക്കുന്നു, വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ സൂര്യയെ വിവാഹം ചെയ്ത് ഇയാളുടെ അച്ഛൻ നിശ്ചയിച്ചതുപോലെ അങ്ങ് ജീവിക്കുമായിരുന്നു. നിധി പറയുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട, അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. സുധീഷ് ചോദിക്കുന്നു, എടോ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ പച്ചക്കള്ളങ്ങളൊക്കെ പറഞ്ഞ് നാടകം കളിച്ച് ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഇയാൾക്ക് വേണ്ടിയാ ഞാനത് ചെയ്തത്. ഇയാളെ കഷ്ടപ്പെടുന്നത് കണ്ടതുകൊണ്ടാ ഞാൻ ചെയ്തത്. എടോ ആ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകണമെന്ന് ഇയാള് തന്നെയല്ലേ പറഞ്ഞത്? അതിനുവേണ്ടി ഞാനൊന്ന് സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു രാത്രി മുഴുവൻ ഞാൻ ഇയാളെ കൊണ്ട് ചുറ്റിയതാ. എന്നിട്ട് പിറ്റേ ദിവസം രാത്രിയാ എന്റെ വീട്ടിലോട്ട് വന്ന് കയറിയത്. എന്നിട്ട് ഞാൻ ഇയാളെ എന്തേലും ചെയ്തോ? പറ, എന്തെങ്കിലും ചെയ്തോന്ന്? ഇല്ലല്ലോ. ഇപ്പൊ താൻ താമസിക്കുന്നത് എന്റെ വീട്ടിലല്ലേ? അപ്പോഴും ഞാൻ എന്തേലും മോശമായിട്ട് പെരുമാറിയോ? ഉണ്ടോ ഇല്ലയോ എന്ന് പറ. നിധി, മര്യാദയ്ക്ക് ആരും അറിയാണ്ട് ഇവിടെ എത്തി ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ
താമസിച്ച് ജോലി അന്വേഷിക്കാനുള്ള സാഹചര്യം ഞാനാണോ ഇല്ലാണ്ടാക്കിയത്? എല്ലാം ഇയാളുടെ പിടിപ്പികേടായിരുന്നില്ലേ? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കാതെ പോരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തിന്? വണ്ടിയിൽ വെച്ച് ആ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ വിളിക്കരുതെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടും ആരാ അത് ചെയ്തത്? എടോ, അതുകൊണ്ടല്ലേ അവര് പിന്നാലെ വന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയതും ഇതൊക്കെ സംഭവിച്ചതും. വിധി നിശ്ചയിച്ചു വെച്ച സംഭവങ്ങൾക്ക് നിന്നുകൊടുക്കുക മാത്രമേ ഞാനും ഇയാളും ഒക്കെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടെപ്പോഴോ സ്വന്തം ദാരിദ്ര്യവും വൃത്തികെട്ട ഭൂതകാലവും ഒക്കെ മറച്ചു വെക്കാൻ നോക്കിയാൽ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചോ ആ സ്വപ്നമൊക്കെ ഒരു നുണയായി പറഞ്ഞതിന് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണോ? നിധി, ശരി, എന്നെ വിട്. എന്റെ വീട്ടിൽ ആരെങ്കിലും ഇയാളോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് വെറുതെ അങ്ങ് ബ്ലണ്ടായി. നീ ഒരു ഫ്രോഡാണ്, നിന്നെ വിശ്വസിച്ചത് തെറ്റായി പോയി എന്നൊന്നും പറയില്ലേ നിധി. നിധി പറയുന്നു ചെയ്തതെല്ലാം ഫ്രോഡ് പണികൾ തന്നെയാ. എന്നിട്ടത് പറയുമ്പോൾ മറ്റുള്ളവരുടെ വായടയ്ക്കുന്ന മട്ടില് ന്യായീകരണവും ദേഷ്യവും. കൊള്ളാലോ. സുധീഷ് പറയുന്നു നിധി വീണ്ടും വീണ്ടും അത് തന്നെ പറയല്ലേ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. എല്ലാ സത്യവും സത്യസന്ധമായി പറഞ്ഞ് ഇയാളുടെ മുമ്പിൽ വരച്ചിടാൻ ഇയാൾ എന്റെ ആരാ? ഭാര്യയോ? ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് ഇയാൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് ഞാൻ മാത്രം പെർഫെക്റ്റ് ആയാൽ മതിയെന്നാണോ? പകരം ഇയാള് ഞാൻ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു എന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ ഫാമിലി. എന്റെ അച്ഛൻ ഇങ്ങനെയാണ്, നാട്ടുകാർ ഇങ്ങനെയാണ് എന്റെ കുടുംബത്തെ പറ്റി പറയുന്നത്. എന്റെ ബ്രദേഴ്സിന്റെ പണി ഇതൊക്കെയാണ്, എന്റെ പണി ഇതൊക്കെയാണ്. എനിക്ക് ഇയാളെ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റൂ, ഇതൊക്കെ വാങ്ങി തരാൻ പറ്റൂ, ഇതൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് തുടങ്ങി സകല കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ താലി കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. എല്ലാം പറഞ്ഞുറപ്പിച്ച ഒരു അറേഞ്ച് മാരേജ് ഒന്നും ആയിരുന്നില്ലല്ലോ നമ്മുടേത്. ഒരു രാത്രിയിൽ എല്ലാം തീരുമാനിച്ച് നമ്മൾ അങ്ങ് ഇറങ്ങി പോന്നു. അതല്ലേ ഉണ്ടായത്. നമ്മൾ എത്ര ദിവസം സംസാരിച്ചിട്ടുണ്ടാകും? 5 ദിവസം പോട്ടെ, 10 ദിവസം. 10 ദിവസത്തെ പരിചയത്തിനുള്ളിൽ ആയുഷ്കാലം മുഴുവൻ എനിക്ക് തുറന്നു പറയാൻ പറ്റുമോ? ന്യായമില്ലാതെ എന്റെ അടുത്ത് വെറുതെ ദേഷ്യം കാണിക്കല്ലേ നിധി. ഇത് കേട്ട് നിധി പറയുന്നു മതി. നിങ്ങളുടെ സ്വഭാവം ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് തെറ്റിനും നിങ്ങൾക്ക് ന്യായം ഉണ്ടാകും. സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ ശരിക്കും മിടുക്കനാ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നെയാ നിങ്ങൾ എന്നെ ചതിച്ചത്. ഈ നാവില്ലായിരുന്നെങ്കിലേ നിങ്ങളെ ആരെങ്കിലും പണ്ടേ തല്ലിക്കൊന്നേനെ. ഇനി നിങ്ങൾക്ക് എന്ത് നുണയും പറയാം, നിങ്ങളെ പറ്റിയോ നിങ്ങളുടെ ചേട്ടനെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ എന്തും. പക്ഷെ എന്നെ പറ്റിക്കാനായിട്ട് ആ നുണയുമായിട്ട് വരരുത്. ഇത് കേട്ട് സുധീഷ് പറയുന്നു ശരി, ഓക്കെ. അപ്പൊ നിധി പറയുകണ ആദ്യം ഈ അഭിനയം ഒന്ന് നിർത്ത്. സുധീഷ് പറയുകണ എന്താടോ ഇത്? ദേഷ്യപ്പെട്ടാലും ചീത്ത വിളിക്കും, ഓക്കെ പറഞ്ഞാലും ചീത്ത വിളിക്കും. നിധി പറയുകണ എനിക്ക് വേണ്ടി ഇനി നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നു ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് കരുതി എന്നെ സന്തോഷിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ ഉള്ള ഓരോ റെസ്പോൺസിബിലിറ്റിയും തനിക്കിതാ. അതാദ്യം മനസ്സിലാക്കിക്കോ. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കർണക്കുറ്റി നോക്കി പൊട്ടിക്കാനാ തോന്നുന്നത്. ഈ സമയം ഏട്ടത്തിന്ന് വിളിച്ച് നികേഷ് അവിടേക്ക് വരികയാണ്. സുധീഷ് നിധിയും തിരിഞ്ഞ് നികേഷിനെ നോക്കുന്നു. അരികിലേക്ക് വന്ന് നികേഷ് ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണോ? വീട്ടിൽ ചേട്ടനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഏട്ടത്തിയെ കണ്ടുവന്ന് സുഭാഷ് ഏട്ടനെ ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ? സുധീഷ് പറയുന്നു എടാ അത് പിന്നെ അന്വേഷിച്ചു വരുമ്പോഴാ കണ്ടത്, അപ്പൊ പിന്നെ സംസാരിച്ചു നിന്നതാ. നികേഷ് പറയുന്നു എന്നാലും ഫോൺ വിളിച്ച് പറയാലോ. സുധീഷ് പറയുന്നു ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നടാ, പിന്നെ ഓരോരോ കാര്യങ്ങള് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ. നികേഷ് ചോദിക്കുന്നു എന്നാ ഞാൻ ഏട്ടത്തെയും കൂട്ടി പോട്ടെ? സുധീഷ് പറയുകയാണ് പിന്നെന്താ, കൂട്ടിക്കൊണ്ട് വയ്ക്കോ. നികേഷ് സന്തോഷത്തോടു കൂടി നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നികേഷ് ചോദിക്കുന്നു സുധീഷ് ഏട്ടനുമായിട്ട് വഴക്കിട്ടോ? ഏട്ടത്തിക്ക് എന്നോടും വഴക്കാണോ? നിധി ചോദിക്കുന്നു നിന്നോട് ഞാൻ എന്തിനാ വഴക്കിടുന്നത്? നികേഷ് ചോദിക്കുന്നു പിന്നെന്താ ഒന്നും മിണ്ടാത്തത്? നിധി പറയുകയാണ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്തോ ആകെ ഒരുമാതിരി. നികേഷ് പറയുന്നു എനിക്ക് മനസ്സിലായി, സുഭാഷ് ഏട്ടൻ വലിയ ആർക്കിടെക്റ്റും സൂപ്പർവൈസറും ഒക്കെ ആണെന്ന് സുധീഷ് ഏട്ടൻ നുണ പറഞ്ഞു അല്ലേ? നിധി പറയുന്നു അതുമാത്രമല്ല, നാവെടുത്താ പറയുന്നതെല്ലാം നുണ മാത്രമാ. ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്ന് ആദ്യം, ആ കള്ളം ഞാൻ പിടിക്കുമെന്നായപ്പോൾ സൂപ്പർവൈസർ എന്നായി. മേസ്തിരിയുടെ ഡ്രസ്സും പണിയായുധങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് എടിമ കൊണ്ടാണത്രേ. ഒരു നുണയാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, എന്തിന് ഇന്നത്തെ ഇന്റർവ്യൂ വരെ തനി കള്ളവാ. ഒന്ന് ആലോചിച്ചു നോക്ക്. സുധീഷ് മാത്രം എന്താ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ? വേറെ ആരും ഇങ്ങനെയല്ലല്ലോ. നികേഷ് പറയുന്നു സുധീഷ് ഏട്ടൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ, ചെറിയ കാര്യങ്ങൾക്ക് വരെ നുണ പറയും. പരിചയമില്ലാത്ത ആളോടാണ് പറയുന്നതെങ്കിൽ വീടിനെ പറ്റി അടിച്ചു വിടും. അച്ഛന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അപ്പ തോന്നുന്നത് പറയും. വലിയ ബസ് മുതലാളിയാണ്, പട്ടാളത്തിലാണ്, ഗൾഫിലാണ്, അങ്ങനെ എന്തും. ഈ വലിയ വീടും വീട്ടുകാരും ഒക്കെയുള്ള ആൾക്കാരുടെ ഇടയിലെ പിടിച്ചു നിൽക്കാൻ ചുമ്മാ തട്ടിവിടുന്നതാ. നിധി ചോദിക്കുന്നു എന്തിന്, അതുകൊണ്ട് എന്താ നേട്ടം? നികേഷ് പറയുന്നു സുധീഷ് ഏട്ടൻ ആഗ്രഹിക്കുന്നതേ അങ്ങനെ ഒരു വലിയ ജീവിതമാ. ഞങ്ങളുടെ ലൈഫിൽ തള്ളിമറിക്കാൻ വേറെ എന്താ ഉള്ളത്? അപ്പൊ പിന്നെ ഉണ്ടാക്കി പറഞ്ഞല്ലേ പറ്റൂ. പക്ഷെ ബാക്കി ഞങ്ങൾ 3 പേരും അങ്ങനെയല്ല കേട്ടോ, ഉള്ളത് കൊണ്ട് ഹാപ്പിയാ. എന്നാലും സുധീഷ് ഏട്ടൻ പാവുക, വലിയ ഡേഞ്ചർ ഉള്ള ആളൊന്നുമല്ല. നിധി ചോദിക്കുന്നു ഇങ്ങനെ നുണ പറയുന്ന ആളെ എങ്ങനെ വിശ്വസിക്കും? പേടിയാകുന്നു എനിക്ക്. നികേഷ് പറയുകയാണ് അയ്യോ അങ്ങനെ പേടിക്കാനുള്ള കുഴപ്പമൊന്നും ഇല്ലെന്നേ. സുധീഷ് ഏട്ടൻ ആ വീട് ഇഷ്ടമല്ല, അവസരം കിട്ടിയാലേ അവിടെ നിന്ന് എസ്കേപ്പ് ആകണമെന്ന് എപ്പോഴും പറയും. ഈ ഉള്ളതിനോട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോഴ് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നതാണ് ഏട്ടത്തി, അത്രേ ഉള്ളൂ. പക്ഷെ ഏട്ടത്തിയെ സുധീഷ് ഏട്ടന് വലിയ ഇഷ്ടമാട്ടോ. ചിലപ്പോ ആ ഇഷ്ടം കൊണ്ട് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചുമ്മാ തട്ടിവിട്ടതായിരിക്കും. ഏട്ടത്തി ഒന്ന് ക്ഷമിച്ചേര്. ഇപ്പൊ ഏട്ടത്തിക്ക് സത്യം മനസ്സിലായെന്ന് അറിയാലോ, ഇനി അങ്ങനെയുള്ള നുണകളൊന്നും പറയില്ല, ഉറപ്പ്. തുടർന്ന് ടെൻഷനോടുകൂടി നിധിയെ
നിധിയെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുഭാഷ്. അവിടേക്ക് വന്ന ഹരീഷ് പറയുന്നു, ഇങ്ങനെ ടെൻഷൻ ആകണ്ട, ഏട്ടത്തി എവിടെയും പോകില്ല. ഇങ്ങനെ ഒരു പെരും നുണയനെയാണല്ലോ കല്യാണം കഴിച്ചെന്നോർത്തപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടാകും. അല്ല, അത് മാറുന്നത് വരെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടാകും. സുഭാഷ് പറയുന്നു, പാവം, അവക്ക് വല്ലാതെ വിഷമമായി കാണും. ഹരീഷ് പറയുന്നു, ഇതൊക്കെ സുഭാഷ് ഏട്ടന്റെ അനിയൻ ചെയ്തു വെച്ചതുകൊണ്ടാ. കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുകയാ വേണ്ടത്. അത് ചേട്ടൻ ചെയ്യാത്തത് കൊണ്ടാ. ഈ സമയം ബൈക്കിൽ എവിടേക്ക് വരികയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, എടാ അവളെവിടെ? സുധീഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ ചെന്ന് സുഭാഷ് ചോദിക്കുന്നു, എടാ അവളെ അന്വേഷിച്ച് നീ പോയിട്ട് നീ മാത്രം തനിയെ വന്നത് എങ്ങനെയാ? എടാ അവളെ കണ്ടില്ലേന്ന് ഹരീഷ് പറയുന്നു. സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത് കേട്ടില്ലേ? എന്താ മറുപടി പറയാത്തത്? മറുപടി പറ. സുധീഷ് പറയുന്നു, മറുപടി പറയാൻ എനിക്ക് മനസ്സില്ല. നീ എന്ത് ചെയ്യും? പറയടാ, നീ എന്ത് ചെയ്യുമെന്ന് സുധീഷ് എന്ന് വിളിച്ച് തടയുകയാണ് സുഭാഷ്. ഹരീഷ് പറയുന്നു, അത് ശരി, ഇയാളൊരു ഭൂലോക ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോൾ ഏട്ടത്തെ ഇറങ്ങി പോയിട്ടുണ്ടാകും അല്ലെ? അല്ല, അവസാനം ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. സുധീഷ് പറയുന്നു, അതേടാ, നിന്റെയൊക്കെ മനസ്സിലൊരു പത. അവൾ ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അത് ഇന്ന് നടക്കുമെന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു നീ. എന്റെ കല്യാണം നടന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് നീ. അവളെ പോലൊരു കുട്ടിയെ എനിക്ക് കിട്ടിയതിന്റെ കണ്ണുകടിയല്ലേടാ നിനക്ക്. ഇത് കേട്ട് വിരൽ ചൂണ്ടി ദേഷ്യത്തോടുകൂടി ഹരീഷ് പറയുന്നു, ദേ തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. ഹരീഷിനെ പിടിച്ച് തള്ളിക്കൊണ്ട് സുധീഷ് ചോദിക്കണ, അല്ലാതെ പിന്നെ നിനക്ക് എന്താടാ ഇത്ര ചുരുക്ക്? തള്ളി മാറ്റി ഹരീഷ് പറയുന്നു, എടോ മാറടോ, തോന്നിവാസം പറയുന്നു. എടാ മാറി നിൽക്കടാന്ന് പറഞ്ഞ് അവരുടെ ഇടയിലേക്ക് കയറി നിന്ന് തടയുകയാണ് സുഭാഷ്. എടാ മാറ്, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ നിങ്ങളിങ്ങനെ വഴക്കിട്ടിട്ട് എന്താ കാര്യം? എടാ ആ കുട്ടി എവിടെ പോയി അത് പറ. വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, ദേ അവളോട് വലിയ സ്നേഹം ഉള്ളതുപോലെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കല്ലേ. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളോടെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു നിങ്ങൾ. ഞാനും നിധിയും കൂടി ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അത് തന്നെയാ കാരണം. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുധീഷ് ചോദിക്കാണ്, ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? അവളോട് സത്യം പറയരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്നോടൊരു വാക്കുപോലും വേണ്ടാതെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാം വിശദമായിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തില്ലേ? സൂപ്പർവൈസർ ആണെന്ന് ഞാൻ നുണ പറഞ്ഞതാണെന്ന് തെളിവടക്കം കാണിച്ചു കൊടുത്തപ്പോൾ സമാധാനമായല്ലോ നിങ്ങൾക്ക്? എന്നെ ഒരു കള്ളനാക്കി അവളുടെ മുമ്പിൽ നിർത്തിയപ്പോൾ സന്തോഷമായില്ലേ? ഹരീഷ് പറയുന്നു, അത് തന്നെയല്ലേ സത്യം. ആദ്യം പറഞ്ഞു ആർക്കിടെക്ട് ആണെന്ന്. ഏട്ടത്തി ഇവിടെ വന്ന ഈ വീടും ചേട്ടന്റെ പ്രകൃതവും കണ്ടപ്പോൾ ആ നുണ നിലനിൽക്കില്ലാന്ന് മനസ്സിലായി. അപ്പൊ സൂപ്പർവൈസറായി അല്ലേ? സുധീഷ് ചോദിക്കുന്നു, എന്ന് വെച്ച് അത് അവളോട് ചെന്ന് പറയണോന്ന് സുഭാഷ് പറയുകയാണ്. എടാ ഞാൻ വേറെ എന്താണ് ചെയ്യുക? എടാ നുണ പറയാനായിട്ട് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം അവള് സത്യം അറിയില്ലേ? അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ. സുധീഷ് പറയുന്നു, അറിയുമ്പോ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചങ്ങ് അടങ്ങിയിരുന്നോണം. സുഭാഷ് ചോദിക്കുന്നു, അതെങ്ങനെയാടാ സുധീഷേ? എടാ ഇത്രയും നാളും പറയാതിരുന്നത് എന്റെ കൂടി തെറ്റാണെന്ന് ആ കുട്ടി വിചാരിക്കില്ലേ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഓഹോ, അപ്പം സ്വയം ഹരിചന്ദ്രനായതാണല്ലേ? നന്നായി. നിങ്ങളെ അവിടെ കുറ്റക്കാരനെ കാണാൻ പാടില്ല. എന്നെ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോട്ടേന്ന് അല്ലേ? എടാ അങ്ങനെയല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, അങ്ങനെയാണെന്ന് പറ സുഭാഷ് ഏട്ടാ. ഇയാൾക്ക് എന്തു നുണ വേണമെങ്കിലും പറയാം, ഞങ്ങൾ അത് മുഴുവൻ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണോ? സുഭാഷ് ഏട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. ആ കാരണം കൊണ്ട് ഏട്ടത്തി നിങ്ങളെ എങ്ങനെ കണ്ടാലും വേണ്ടില്ല. പക്ഷെ നിങ്ങളുടെ നുണ കാരണം സുഭാഷ് ഏട്ടനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ആരെയും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇത് കേട്ട് കൈകൊട്ടി സുധീഷ് പറയുന്നു, ഓ സൂപ്പർ, അടിപൊളി. അപ്പോ നിങ്ങൾ എല്ലാവരും നല്ല പിള്ളകളാണെന്ന് അവരുടെ മുമ്പിൽ അങ്ങ് തെളിയിക്കണം. എന്നെ മാത്രം അവള് നുണയനാണെന്ന് വിചാരിക്കണം അല്ലെ? അവൾ എന്നെ പറ്റി എത്ര മോശമായിട്ട് വിചാരിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് അതൊന്നും പാടില്ല അല്ലെ? ഹരീഷ് പറയുന്നു, അത് വരുത്തി വെച്ചത് ഞങ്ങളാരും അല്ലല്ലോ. നിങ്ങൾ നിങ്ങളെ പറ്റി എന്ത് നുണ വേണമെങ്കിലും പറഞ്ഞു. ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ ഞങ്ങളെ പറ്റി അങ്ങനെ പറയണ്ട. അതിന് ഇയാൾക്ക് ഒരു അവകാശവും ഇല്ല. തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, എടാ ഒരു വഴക്കുണ്ടാക്കാതെ മതി. ഹരീഷ് ചോദിക്കുന്നു, നിങ്ങൾ കാരണം ഞങ്ങൾ എന്തിനു മോശക്കാരാണ്? സുധീഷ് ചോദിക്കണ, അപ്പോ ഞാൻ മോശക്കാരനാകണോ അല്ലേ? ഞാൻ മോശക്കാരനാകണോ അല്ലേടാ? തള്ളി മാറ്റിക്കൊണ്ട് ഹരീഷ് പറയുന്നു, മാറോ, അത് ഇയാളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ? അവരെ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, മാറടാ, വെറുതെ വഴക്കടിക്കല്ലേ. എടാ അവൾ അവളുടെ സ്വന്തം ചേട്ടനെ പോലെ എന്നെ കാണുന്നത്. ഞാനും അവളെ സ്വന്തം അനുജത്തിയെ പോലെ കാണുന്നത്. എന്നെ പറ്റി നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് അവളൊരു ജോലിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയുവടാ? നുണ പറയാൻ എനിക്ക് പറ്റണ്ടേ? ഇത് കേട്ട് സുധീഷ് പറയുന്നു, സൂപ്പർ, അത് കലക്കി. അവള് നിങ്ങളെ സ്വന്തം ചേട്ടനായിട്ട് കാണുന്നു, നിങ്ങൾ അവളെ അനിയത്തിയായിട്ട് കാണുന്നു. അതുകൊണ്ട് അവള് വിഷമിക്കാൻ പാടില്ല. പക്ഷെ അതിന്റെ ഇടയിൽ എനിക്കെന്ത് റോളല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ പിറന്ന അനിയനല്ലേ? ഞാൻ വിഷമിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ലേ? അനിയത്തിയോട് സ്നേഹം വന്നപ്പോൾ അനിയൻ എന്ത് പറ്റിയാലും കുഴപ്പമില്ല എന്നങ്ങ് തീരുമാനിച്ചു. വലിയ സത്യവാൻ അല്ലേ? ഇത് കേട്ട് ഹരീഷ് പറയുന്നു, അതെ സുഭാഷേട്ടൻ അങ്ങനെ തന്നെയാ. അതിനെന്ത് വേണമെന്ന്. ഇത് കേട്ട് എടാന്ന് വിളിച്ച് സുധീഷ് ഹരീഷിന്റെ നേരെ ചെല്ലുമ്പോൾ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, എടാ വേണ്ട. ഹരീഷ് പറയുന്നു, മിണ്ടാതിരിക്കും സുഭാഷേട്ടാ, ഇയാള് കുറെ നേരം ആയല്ലോ വർത്താനം പറയുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ നമുക്കായി കുറ്റം ഒരുപാട് ഓവറാക്കല്ലേ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് ശരി, എല്ലാവരും കൂടി എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് ഇപ്പൊ ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നു എന്നല്ലേ? ഹരീഷ് പറയുകയാണ്, തന്റെ ജീവിതം കുളമായെങ്കിലേ അതിന് കാരണം താനാ. അതിന് ഞങ്ങൾക്ക് റോളില്ല. ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞ് അടിച്ചു മാറ്റാൻ നോക്കുമ്പോഴേ ഒരിക്കൽ പൊട്ടുവെന്ന് ആലോചിക്കണമായിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുധീഷ് ഹരീഷിനെ തല്ലാനായി വരികയാണ്. എടാ മാറടാന്ന് പറഞ്ഞ് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. ഈ സമയം വീട്ടിലേക്ക് വരുന്ന നിധിയും നികേഷും അവരെ ശ്രദ്ധിക്കുന്നു. സുഭാഷ് പറയുന്നു, എടാ അവനോ ദേഷ്യത്തില, നീയും കൂടി അങ്ങനെ ആയാലോ?
അറിയാലോ. ഹരീഷ് പറയുന്നു, ഒന്നും മിണ്ടാതിരിക്കും സുഭാഷ് ഏട്ടാ. ഇപ്പൊ ദേഷ്യം വരുന്നുണ്ടെങ്കിലേ അത് സത്യം പറയാത്തത് കൊണ്ടാ. എപ്പൊ നുണ അടിച്ചു വിടാൻ തുടങ്ങിയോ അപ്പൊ നിങ്ങളുടെ ജീവിതം കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങിയതാ. സുധീഷ് ചോദിക്കുന്നു, അപ്പോ എല്ലാവരും കൂടി എനിക്കെതിരായി അല്ലേ? എടാ എനിക്കറിയാമടാ, നീയാണ് സുഭാഷ് ഏട്ടനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത്. എങ്ങനെയെങ്കിലും എന്റെ ജീവിതം നശിപ്പിച്ചേ തീരുമെന്ന് നീ തീരുമാനിച്ചുറപ്പിച്ച് ചെയ്തു കൂട്ടിയതാ ഇതെല്ലാം. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അനാവശ്യം പറയുന്നോടാന്ന് ചോദിച്ച് ഹരീഷ് സുധീഷിന്റെ കർണമുഖ ചടിക്കുകയാണ്. എടാന്ന് വിളിച്ച ദേഷ്യത്തോടു കൂടി സുധീഷ് ഹരീഷിനെ തല്ലാനായി വരുമ്പോൾ തടയാൻ ശ്രമിക്കുന്ന സുഭാഷിന് തല്ലുകൊള്ളുകയാണ്. സുധീഷ് സുഭാഷിനെ തല്ലുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധിയും നികേഷും. കരണത്ത് കൈവച്ച് ഞെട്ടി കണ്ണു നിറഞ്ഞ് സുധീഷിനെ നോക്കുകയാണ് സുഭാഷ്. സുധീഷും ഹരീഷും വിഷമത്തോടു കൂടി സുഭാഷിനെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. അറിയാതെയാണെങ്കിലും സുധീഷ് സുഭാഷിനെ തല്ലിയിരിക്കുകയാണ്. ഇത് കണ്ട് തകർന്നു നിൽക്കുകയാണ് എല്ലാവരും. നിധിയും നികേഷും ഹരീഷും എല്ലാം സുധീഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അവൻ അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞ് സുധീഷിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് സുഭാഷ്. തുടർന്ന് രാത്രി സുഭാഷ് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അവിടേക്ക് വന്നു നിന്ന് സംസാരിക്കുകയാണ് നികേഷ്. വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു. സുഭാഷ് പറയുന്നു, വീടെന്ന് പറഞ്ഞാൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകും. നികേഷ് പറയുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീട് എവിടെ ഉണ്ടാകില്ല സുഭാഷ് ഏട്ടാ. അവരുടെ സംസാരം കേട്ട് കണ്ടു നിറങ്ങി നിൽക്കുകയാണ് നിധി. തുടർന്ന് പുറത്തിരുന്ന് സുഭാഷിനെ തല്ലിയ കാര്യം ഓർത്ത് പൊട്ടിക്കരയുകയാണ് സുധീഷ്. അതിനുശേഷം കാണിക്കുന്നത് പറമ്പിൽ നിന്നും തേങ്ങ എടുക്കുന്ന ഒരാളെ പാട്ടുപാടി കളിയാക്കുകയാണ് ഭാസ്കരൻ. അയാൾ ഭാസ്കരനെ എതിർത്ത് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സുഭാഷ്. നികേഷും പുറത്തേക്ക് വന്ന് നിൽക്കുന്നു. ഭാസ്കരൻ പറയുന്നു, ഞാനിങ്ങനെ പാട്ടുപാടി കളിയാക്കിയെന്ന് പറഞ്ഞ് നീ ഒരു കേസ് കൂടി അങ്ങ് കൊണ്ട കൊടുക്ക്. ഭാസ്കരനെ ഒരു വിധത്തിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് സുഭാഷ്. കൈ തട്ടി മാറ്റി ഭാസ്കരൻ അവിടെ വന്ന് പോകുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സ്വസ്ഥമായിട്ട് ഇതിനകത്ത് ജീവിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണ് തയ്യാറാകുമോ ചേട്ടാ? സാധാരണ മനുഷ്യരെ പോലെ ഒരു നല്ല ജീവിതം നമ്മൾ അർഹിക്കുന്നില്ലേട്ടാ. ഇത് കേട്ട് നികേഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.